വെൽക്കം ടു എഡീന അക്കാഡമി. എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഡേറ്റ് 30/12/2024 ലാസ്റ്റ് ഡേറ്റ് 29/1/2025. കാറ്റഗറി നമ്പർ 527/2024. ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തേക്കുന്ന ഓൺലൈൻ വഴിയാണ്. വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴിയാണ് സമർപ്പിക്കേണ്ടത്. ഫയം കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. സ്കെയിൽ ഓഫ് പേ 23,000 മുതൽ 50,200 വരെ. നമ്പർ ഓഫ് വേക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസ്. കേരളത്തിലെ 14 ജില്ലയിലേക്കും വേക്കൻസി ഉണ്ട്, പക്ഷേ ഒഴിവുകൾ കണക്കാക്കപ്പെട്ടിട്ടില്ല. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18-നും 36-നും ഇടയിലുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 1988-നും 1/1/2006-നും ഇടയിൽ ജനിച്ചവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒപ്പം SC/ST OBC കാൻഡിഡേറ്റിന് വയസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. SC/STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും പ്രായപരിധിയിൽ ഇളവുണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് SLC ആണ്. SLC ഓർ ഈക്വലന്റ്. മെത്തേഡ് ഓഫ് സബ്മിറ്റിംഗ് ആപ്ലിക്കേഷൻ. PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്തവർ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയ ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രൊഫൈൽ വഴി യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് നോട്ടിഫിക്കേഷൻ ലിങ്കിൽ നിന്ന് അപ്ലൈ നൗ കൊടുത്തിട്ട് തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻസ് സമർപ്പിച്ച ശേഷം ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിൽ നിന്ന് അതിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ ഹാർഡ് കോപ്പി എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിൽ ആപ്ലിക്കേഷൻ്റെ കോപ്പി ലഭ്യമാണ്. If OMR or online test is conducted as part of this selection, candidate shall submit a confirmation for writing the examination through their one-time registration profile. one-time registration profile confirmation കൊടുത്തവർക്ക് മാത്രമേ പരീക്ഷ എഴുതാൻ കഴിയുള്ളൂ. അവർക്ക് മാത്രമേ ഹാൾ ടിക്കറ്റ് ജനറേറ്റ് ആവുള്ളൂ. ഹാൾ ടിക്കറ്റ് എക്സാമിനേഷന് 15 ദിവസം മുമ്പ് മുതൽ എക്സാമിനേഷൻ ഡേറ്റ് വരെ ലഭ്യമാകുന്നതാണ്. പ്രൊഫൈലിൽ ആധാർ കാർഡ്, ID കാർഡായിട്ട് ആധാർ കാർഡ് ഉള്ളവർ ആഡ് ചെയ്യേണ്ടതാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 29/1/2025 ആണ്. ബുധനാഴ്ച രാത്രി 12 മണി വരെയാണ് ടൈം കൊടുത്തിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് കേരള PSC.gov.in വെബ്സൈറ്റിൽ കൂടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. കാറ്റഗറി നമ്പർ 527/2024 ആണ്. സ്ഥാപനം കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഉദ്യോഗ പേര് അസിസ്റ്റന്റ് സെയിൽസ്മാൻ.
ശമ്പളം 23,000 മുതൽ 50,200 വരെയാണ്. ജില്ലാ അടിസ്ഥാനത്തിൽ ആണ് ഒഴിവുകൾ. 14 ജില്ലയിലേക്ക് 14 ജില്ലയിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ അപേക്ഷിക്കാവുന്നതാണ്. എല്ലാ ജില്ലയിലും പ്രതീക്ഷിത ഒഴിവുകളാണ് വന്നിട്ടിരിക്കുന്നത്. കാൻഡിഡേറ്റിന് ഒരു ജില്ലയിൽ മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. ജില്ലാതല നോട്ടിഫിക്കേഷൻ വഴിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ജില്ലാതല നോട്ടിഫിക്കേഷൻ വഴി കൊടുക്കുക. നിയമന രീതി: നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18-നും 36-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കുന്നതാണ്. 2/1/1988-നും 1/1/2006-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്കും പട്ടികവർഗക്കാർക്കും പട്ടികവർഗക്കാർക്ക് 5 വർഷത്തെയും OBC-ക്കാർക്ക് 3 വർഷത്തെയും വയസ്സുള്ള ഉണ്ടായിരിക്കുന്നതാണ്. യോഗ്യത: SLC പാസ്സായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി: വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയാൽ പ്രൊഫൈൽ മുഖേന അപ്ലൈ ചെയ്യുക. രജിസ്ട്രേഷൻ നടത്താത്തവർ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലിങ്കിൽ അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപേക്ഷിക്കാൻ വേണ്ടി. പുതിയതായി രജിസ്റ്റർ ചെയ്യുന്നവർ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോ 6 മാസത്തിനുള്ളിൽ എടുത്തായിരിക്കണം. മൈ ആപ്ലിക്കേഷൻസ് ലിങ്കിൽ നിന്ന് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ്റെ കോപ്പി എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി എടുത്ത് സൂക്ഷിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 29/1/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെ. അപേക്ഷകൾ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് വിലാസം kerala.psc.gov.in. വിദ്യാർത്ഥികൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസാണ്. വായിച്ചു വെക്കുക. അവസാന തീയതിക്ക് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കുക. (29/1/2025) അവസാന തീയതി വരുന്നത്. അവസാന തീയതിക്ക് മുമ്പായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുക. Thanks for watching my channel. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഡൗട്ടുകളും കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക. വീഡിയോസ് കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് ലിങ്കും ഷെയർ ചെയ്ത് കൊടുക്കുക. Thank you for watching my channel and thank you for watching my videos. Thank you.